ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രഗതി. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും പാകിസ്ഥാനെ നിരന്തര നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് നിലവിലെ വെടിനിർത്തലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളടക്കം സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ 51 റോഡുകളുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി ജി സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയ്ലിൻ ദാസിനെ റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. കേരളത്തിൽ 14 മുതൽ 65 വയസ്സുവരെ പ്രായമുള്ളവർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ നാളെ മുതൽ പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ഇപ്പോൾ കണ്ടത് തുടക്കം മാത്രമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനെ നിരന്തര നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് നിലവിലെ വെടിനിർത്തലെന്നും ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന് നൽകുന്ന ധനസഹായം ഭീകര കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നില്ലെന്ന് IMF ഉറപ്പുവരുത്തണം. ഭീകരതയ്ക്കെതിരായ പോരാട്ടം സുരക്ഷ എന്നതിലുപരി രാജ്യത്തിന്റെ പ്രതിരോധ നടപടികളുടെ സുപ്രധാന ഭാഗമായി മാറിയെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. साथियों, ऑपरेशन सिंदूर ने यह स्पष्ट संदेश दे दिया है कि हमने शांति के लिए जितना अपना दिल खोल कर रखा है, शांति को नष्ट करने वालों के विरुद्ध उतना ही अपना हाथ भी खोल कर रखा है. एक और बात मैं यहां साफ कहना चाहूंगा कि ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था. अब जब भी सही समय आएगा तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 23 മിനിറ്റ് കൊണ്ടാണ് പാക് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത്. ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി പാകിസ്ഥാന് അംഗീകരിക്കേണ്ടി വന്നതായും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയായ 51 റോഡുകളുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. സ്മാർട്ട് റോഡുകൾ വികസനത്തിലൂടെ സമൂഹത്തെ കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേക്ക് നയിക്കുന്ന ജീവിതരേഖകളാണെന്ന് മന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൌകര്യത്തിലും വികസന സമീപനത്തിലും കേരളത്തിന്റെ പുരോഗമന കാഴ്ചപ്പാടുകൾ വ്യക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് നൂതന നിലവാരത്തിൽ നവീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം നടന്നത്. തിരുവനന്തപുരത്തെ 12 സ്മാർട്ട് സിറ്റി റോഡുകൾ ഇതിൽ ഉൾപ്പെടുന്നു. വഴിവിളക്കുകൾ, ടൈലുകൾ പാകിയ നടപ്പാതകൾ, സൈക്കിൾ ട്രാക്ക് തുടങ്ങിയ സൌകര്യങ്ങളോടെയാണ് ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വയനാട് പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പിരിച്ചുവിടൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നിയമ നടപടികൾ വേഗത്തിലാക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം. റവന്യൂ മന്ത്രി കെ രാജൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, OR കേളു എന്നിവരുടെ യോഗത്തിലാണ് തീരുമാനം. തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം സർക്കാർ അടച്ച തുകയിൽ നിന്ന് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച സത്യവാങ്മൂലം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് AGക്ക് നിർദ്ദേശം നൽകിയത്. 6 കോടിയോളം രൂപയാണ് പല ഇനങ്ങളിലായി തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത്. കേരളത്തിൽ 14 മുതൽ 65 വയസ്സുവരെ പ്രായമുള്ളവർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി സംസ്ഥാന സർക്കാർ. ദിവസേനയുള്ള ഡിജിറ്റൽ ഉപയോഗത്തിന് ആവശ്യമായ പ്രാഥമിക അറിവുകൾ പകർന്നു നൽകി ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ നേട്ടം സ്വന്തമാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകും കേരളം. സംസ്ഥാന സർക്കാർ 2022 ആരംഭിച്ച ഡിജി കേരളം പദ്ധതിയിലൂടെ 99.98% പേർ ഡിജിറ്റൽ സാക്ഷരത നേടാനായതായാണ് കണക്കുകൾ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ 2 ആഴ്ചത്തെ പ്രത്യേക ഓറിയന്റേഷൻ സെഷൻ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ലഹരി ഉപയോഗം, റാഗിംഗ്, നിയമവിരുദ്ധമായ വാഹന ഉപയോഗം, അക്രമ പ്രവർത്തനങ്ങൾ, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവയിലാണ് 6 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഓറിയന്റേഷൻ സെഷൻ. +2 വിദ്യാർത്ഥികൾക്ക് നൽകിയ ശേഷം ലഭിക്കുന്ന പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ 1ാം വർഷ വിദ്യാർത്ഥികൾക്കും സമാനമായ രീതിയിൽ പരിശീലനം നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ ജി സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. ജനപ്രാതിനിധ്യ നിയമത്തിലെയും IPCയിലെയും വിവിധ വകുപ്പുകൾ ചുമത്തി ആലപ്പുഴ സൌത്ത് പോലീസാണ് കേസെടുത്തത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അമ്പലപ്പുഴ തഹസിൽദാർ ഇന്നലെ ജി സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു. എന്നാൽ പരാമർശം വിവാദമായതോടെ താൻ ഭാവന കലർത്തി പറഞ്ഞതാണെന്നായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ 2 CISF ഉദ്യോഗസ്ഥരെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു.
CISF ഇൻസ്പെക്ടർ വിനയ്കുമാർ, കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇരുവർക്കുമെതിരെ വിവിധ യുവജന സംഘടനകൾ ശക്തമായി പ്രതിഷേധിച്ചു. കൊല്ലപ്പെട്ട ഐവിൻ ജിജോയുടെ സംസ്കാര ചടങ്ങുകൾ തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളി സിമിത്തേരിയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് നടന്നു. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെ കോടതി റിമാൻഡ് ചെയ്തു. ഈ മാസം 27 വരെയാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തത്. ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ബെയ്ലിൻ ദാസിന്റെ ജാമ്യ ഹർജി കോടതി നാളെ പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് എംപിമാരുടെ യോഗം ചേർന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, KC വേണുഗോപാൽ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. വിവിധ മണ്ഡലങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികൾ യോഗത്തിൽ വിലയിരുത്തി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് കണ്ണൂരിൽ ഇന്ന് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടന്നു. വിമുക്ത സൈനികരുടെ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വൈകിട്ട് കണ്ണൂർ പ്രഭാ ജംഗ്ഷനിലെ വിളക്കുംതറയിൽ നിന്ന് ആരംഭിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള യുദ്ധസ്മാരകത്തിൽ സമാപിച്ചു. വിവിധ സേനാ വിഭാഗങ്ങളിലെ പൂർവ്വ സൈനികർ ദേശീയ പതാകയേന്തി യാത്രയിൽ അണിനിരന്നു. തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി ദേശീയ വൈസ് ചെയർമാൻ വിജയൻ പാറാലി അധ്യക്ഷനായി. ശൌര്യചക്ര PV മനേഷ്, BJP ദേശീയ സമിതി അംഗങ്ങളായ CK പത്മനാഭൻ, C രഘുനാഥ് തുടങ്ങിയവരും വിവിധ സേനാ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ളവരും സംസാരിച്ചു. കൊച്ചി നഗരത്തിൽ നടന്ന ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി ഉദ്ഘാടനം ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന്റെ ഭാര്യ ഷീല രാമചന്ദ്രൻ ഉൾപ്പെടെ നിരവധി പേർ സ്വാഭിമാന യാത്രയുടെ ഭാഗമായി. പാലക്കാട് കോട്ട മൈതാനം മുതൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരെ ഇന്ന് നടന്ന ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിലും നിരവധി പേർ പങ്കാളികളായി. കോഴിക്കോട് മാനാഞ്ചിറ മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ നടന്ന സ്വാഭിമാന യാത്രയിലും വലിയ തോതിൽ ജനപങ്കാളിത്തമുണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ തുടക്കമാകും. 75,000 ചതുരശ്ര അടിയിൽ പടുകൂറ്റൻ പവലിയനാണ് ഇതിനായി ഒരുങ്ങുന്നത്. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശന സമയം. ഈ മാസം 23 വരെയാണ് പ്രദർശന വിപണന മേള ഒരുക്കിയിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാൻ ശ്രമം ഊർജിതമായി തുടരുന്നു. വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘവും RRT സംഘവും സംയുക്തമായാണ് ദൌത്യം നടപ്പിലാക്കുന്നത്. ക്യാമറകൾ, തെർമൽ സ്കാനറുകൾ എന്നിവയ്ക്ക് പുറമെ കുങ്കിയാനകളെ കൂടി പ്രയോജനപ്പെടുത്തിയാണ് തിരച്ചിൽ. കോളറ ലക്ഷണങ്ങളുമായി തിരുവല്ല സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആലപ്പുഴ തലവടി സ്വദേശി മരിച്ചു. രക്തപരിശോധനയിൽ കോളറയുടെ സംശയം ബലപ്പെട്ടിരുന്നെങ്കിലും മലപരിശോധനയിൽ രോഗാണുവിനെ കണ്ടെത്താനായില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രോഗലക്ഷണങ്ങൾ സംശയിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന IPL ക്രിക്കറ്റ് മത്സരം നാളെ മുതൽ പുനരാരംഭിക്കും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മുതലപ്പൊഴിയിൽ ഡ്രഡ്ജിംഗ് മുടങ്ങിയതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഡ്രഡ്ജിംഗ് നടക്കുന്നില്ലെന്നാരോപിച്ച് സംഘടിച്ചെത്തിയ നാട്ടുകാർ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ ജനാല അടിച്ചു തകർത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും പാകിസ്ഥാനെ നിരന്തര നിരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് നിലവിലെ വെടിനിർത്തലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളടക്കം സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ 51 റോഡുകളുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി G സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയ്ലിൻ ദാസിനെ റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. കേരളത്തിൽ 14 മുതൽ 65 വയസ്സുവരെ പ്രായമുള്ളവർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതായി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ നാളെ മുതൽ പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.